ചിറകുകൾ പറക്കാൻ ആവശ്യമുണ്ട്, പക്ഷെ ഒരു കൂട് വളരെ ആവശ്യമാണ്. ആ കൂട്ടിലേക്ക് നമുക്ക് തിരിച്ചു വരവും വേണം. നമുക്ക് എന്നും പറന്നു നടക്കാൻ പറ്റില്ല. ഇപ്പോൾ ചോദ്യം ചോദിച്ചതിലൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഭയങ്കരമായിട്ട് സാഹിത്യകരമായിട്ട് ഭയങ്കര വൈഡ് തോട്ട്സ് ഉള്ള ആളാണ് ചേട്ടൻ. അല്ല, വൈൽഡ് തോട്ടല്ല, സ്നേഹിക്കുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, എല്ലാ ജീവജാലങ്ങളും ഇല്ല, ഇത്രയും സിമ്പിളായ ഒരു ആശയത്തിനെ ഞാൻ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് സിമ്പിൾ ആണെന്ന്. പിന്നെ നിങ്ങളും അതിനെ വളരെ വലിയതായിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ സ്നേഹിക്കുക. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ റൂട്ട്സിൽ നിന്നും നമ്മളുടെ വീട്ടിൽ നിന്നും നമ്മൾ മാറിപ്പോകുന്നതും അല്ലെങ്കിൽ നമ്മളുടെ ഒരു ടീനേജ് ഒരു അഡോളസെന്റ് ജേർണി ഉണ്ട്. ആ സമയത്ത് നമ്മൾ പല ആൾക്കാരെയും കാണും, പല രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആകും. പക്ഷെ നമ്മൾ അൾട്ടിമേറ്റ്ലി ബേസിക്കലി നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ചിറകുകൾ പറക്കാൻ ആവശ്യമുണ്ട്, പക്ഷെ ഒരു കൂട് വളരെ ആവശ്യമാണ്. ആ കൂട്ടിലേക്ക് നമുക്ക് തിരിച്ചു വരവും വേണം. നമുക്ക് എന്നും പറന്നു നടക്കാൻ പറ്റില്ല. അപ്പോൾ ആ കൂട് നമ്മൾ സ്ട്രോങ് ആക്കുക. അതേപോലെ നമ്മുടെ ബന്ധങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധങ്ങൾ, ഇവൻ നമ്മൾ റോട്ടിൽ നമ്മൾ കാർ ഓടിക്കുമ്പോൾ പോലും എനിക്ക് യുദ്ധഭൂമിയായിട്ട് തോന്നിയിട്ടുണ്ട് നമ്മുടെയൊക്കെ ഇവിടെ കാർ ഓടിക്കുമ്പോൾ. എന്ത് ബഹളമാണ് ഇവിടെ, ഒരാവശ്യമില്ല. അതിൻ്റെ സൈഡിൽ കൂടെ കയറ്റി നമ്മൾ ഹോണൊക്കെ അടിച്ച് വെറുതെ ഒരാവശ്യമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് ഡേ ടു ഡേ കാര്യങ്ങളിൽ ഈവൻ നമ്മളുടെ ഒന്നും വേണ്ട, വെറുതെ വീട്ടിൽ നമ്മളൊരു സാധനം മേടിക്കുക, ഒരു കടയിൽ പോകുമ്പോൾ ആ കടയിൽ പോകുന്ന ഒരാളായിട്ട് നമ്മളൊരു നല്ല ബന്ധം പുലർത്തുക, നല്ലൊരു സ്നേഹബന്ധം പുലർത്തുക. ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇങ്ങനൊരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കണമെങ്കിൽ ഒരിക്കലും നമ്മളൊരു ഡാർക്കായൊരു തോട്ടിലേക്ക് പോവില്ല, നമ്മളൊരു ഡിപ്രഷനിലേക്ക് പോവില്ല. നമ്മൾ ഒരിക്കലും ആവശ്യമില്ലാത്തൊരു കാര്യം ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക പോലും ഇല്ല. നമുക്ക് നല്ല നല്ല ആൾക്കാർ നമ്മുടെ ചുറ്റിനും ഉണ്ടാവണം. അവരെല്ലാവരുമായിട്ട് നല്ലൊരു സ്നേഹബന്ധം നിലനിർത്താൻ പറ്റണം. ഇതൊക്കെയാണ്.